ഹലോ ഫ്രണ്ട്സ്, KKC ഫാം വ്ളോഗിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ചാക്കുമായിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. എന്താണാവോ എന്ന് നിങ്ങൾ ചിന്തിക്കും. കുറേ നാളായി വിചാരിക്കുന്നു കുറച്ച് 8 മണിച്ചെടികൾ സെറ്റ് ചെയ്യണമെന്ന്. അങ്ങനെ ഇരുന്നപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു ആഡ് കണ്ടു. ഒരു കോംബോ ഓഫർ, മൾട്ടി കളർ 8 മണിച്ചെടികൾ. എന്നാൽ പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങ് മേടിച്ച് കളയാമെന്ന് വിചാരിച്ചു. അവരെ കോണ്ടാക്റ്റ് ചെയ്തു. 10 വർക്കിംഗ് ഡേയ്സ് ആണ് പറഞ്ഞത്. 10 കഴിഞ്ഞു, 15 കഴിഞ്ഞു. ഒന്നുകൂടി വിളിച്ചന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഒരു 5 ദിവസത്തിനുള്ളിൽ എത്തിച്ചേരുമെന്ന്. അങ്ങനെ 20 ദിവസം കഴിഞ്ഞപ്പോൾ സാധനം കയ്യിൽ കിട്ടി. എന്നാൽ പിന്നെ കൂടുതലൊന്നും ആലോചിച്ചില്ല. കടയിൽ പോയി കുറച്ച് പോട്ടിംഗ് മിക്സും വീട്ടിൽ കിടന്ന മണലും മണ്ണും കൂടി കുറച്ച് മിക്സ് ചെയ്ത് വളമായിട്ട് കുറച്ച് 19 ചെടിക്കിടുന്നത് കൂടി വാങ്ങി അതേ മണ്ണിൽ തന്നെ മിക്സ് ചെയ്ത് ചെടിച്ചട്ടികളിൽ നിറയ്ക്കാൻ പോകുന്ന രംഗമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു കരണ്ടി ഉപയോഗിച്ച് ചെടിച്ചട്ടികൾ ഓരോന്നായി നിറയ്ക്കാൻ ആരംഭിക്കുന്നു. കുറേ നേരം കൊണ്ട് കുനിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് നടുവൊക്കെ വേദനയുണ്ട്. ചെറുതായിട്ടൊരു ജലദോഷമുള്ളതിനാൽ സൗണ്ടിന് കുറച്ച് വ്യത്യാസം കാണും, ക്ഷമിക്കണം എല്ലാവരും. അപ്പോൾ ചട്ടികൾ ഓരോന്നായി മണ്ണ് നിറച്ച് തുടങ്ങിയിരിക്കുന്നു. ഏകദേശം 10-20 ചട്ടിയാണ് മേടിച്ചത്. അപ്പോൾ അവസാനം 18 ചട്ടിയോളം നിറയാനുള്ള മണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവസാനത്തെ 2 ചട്ടികളിൽ മാക്സിമം മണ്ണ് കൂടി നിറച്ചതിന് ശേഷം ഇത് ഏതെങ്കിലും തണലുള്ള സ്ഥലത്ത് സ്ഥാപിക്കണം എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ തണലുള്ള സ്ഥലം നോക്കിയപ്പോൾ നമ്മുടെ മതിൽ തന്നെ ശരണം. അങ്ങനെ മതിലിൽ തന്നെ ചട്ടികൾ നിരത്താമെന്ന് തീരുമാനിച്ചു. മതിലിൽ ഓരോരോ ചട്ടികളായി അലൈൻമെൻറ്റ് തെറ്റാതെ നിരത്തുന്ന വീഡിയോയാണ് അടുത്തതായി നിങ്ങൾ കാണുന്നത്. അങ്ങനെ മതിലിൽ ചട്ടികൾ വരിയായി നിരത്തി തുടങ്ങി. അവസാനത്തെ 2 ചട്ടി വയ്ക്കാനുള്ള സ്ഥലം തികയാതെ വന്നു. എന്നാലും സാരമില്ല, താഴത്തെ മതിലിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചട്ടി അധികമാണ്, സ്ഥലമില്ല. അപ്പോൾ ചട്ടികളെല്ലാം ഒന്നും കൂടി അലൈൻമെൻറ്റ് ചെയ്ത് ഒരു മൂലയ്ക്ക് അതിനെയും കൂടി സ്ഥാപിച്ച് വച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ചെടികൾ ഒരു കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് വേണം ഇതിൽ നടാൻ. ഏകദേശം 2 ഇഞ്ചോ 3 ഇഞ്ചോ നീളത്തിൽ ചെടികൾ കട്ട് ചെയ്ത് ചട്ടിക്ക് ചുറ്റും വട്ടത്തിൽ കുത്തി നിറയ്ക്കണം. അങ്ങനെ വേണം 8 മണികൾ നടേണ്ടത്. അത് നടുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല. നട്ടതിന് ശേഷമുള്ള വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ചട്ടികളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയിരുന്ന ചട്ടിയും കരണ്ടിയും ഒക്കെ ഒരു സൈഡിലേക്ക് ഒതുക്കി വെക്കുന്ന രംഗമാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ
ചട്ടി 8 മണി ചെടികൾ നിറഞ്ഞു കഴിഞ്ഞു. ചെറുതായിട്ട് കട്ട് ചെയ്ത ശേഷം വട്ടത്തിൽ ചട്ടിക്കുള്ളിൽ നിരനിരയായി കുത്തി നിറച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ചെറുതായിട്ടൊന്ന് വെള്ളം തളിച്ചു കൊടുക്കുകയേ ചെയ്യാവൂ, അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുത്താലും മതിയാകും. ഇതിന് ശേഷം 3 ദിവസത്തിന് ശേഷമുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. 3 ദിവസം കഴിഞ്ഞുള്ള അവസ്ഥ ഇങ്ങനെയാണ്. 8 മണി ചെടികൾ കുറേയൊക്കെ പന്നലായി പോയിട്ടുണ്ട്, കുറേയൊക്കെ തളിരുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞാലേ ഇതിൻ്റെ അവസ്ഥ കറക്റ്റായിട്ട് നമുക്കറിയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അറിയാം 8 മണിയാണോ 10 മണിയാണോ 12 മണിയാണോ എന്നൊക്കെ. അപ്പം നിങ്ങളെങ്ങനെയാണ് 8 മണി നടന്നതെന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. ഞാനിങ്ങനെയാണ് 8 മണി നട്ടത്. ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നന്ദി.